നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3, 2025 വെള്ളി. അങ്ങനെ ഇന്ന് മെറ്റൽ ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലുണ്ടായ നേട്ടത്തെ തുടർന്ന് ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല സെൻസെക്സിനും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ 1% നേട്ടവും വീക്കിലി ബേസിസിൽ ഈ ആഴ്ച കൈവരിക്കുവാനുമായി. കഴിഞ്ഞ മാസവും ഇതേപോലെ തന്നെ ആദ്യത്തെ ആഴ്ച നിഫ്റ്റിക്കും സെൻസെക്സിനും 1% നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചിരുന്നു. അവസാന 2 ആഴ്ചയിൽ തുടർച്ചയായ 8 ട്രേഡിംഗ് സെക്ഷന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച വന്ന RBI മോണിറ്ററി പോളിസിയെ തുടർന്ന് നമ്മുടെ മാർക്കറ്റ് വീണ്ടും ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബൈയിങ് ഇൻ മെറ്റൽ സ്റ്റോക്സ് തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായകമായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാർക്കറ്റ് ഓപ്പണായ ഉടനടി തന്നെ വോൾട്ടൈലായിട്ടുള്ള സെക്ഷനായിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. തൽഫലമായി മാർക്കറ്റ് ഓപ്പണായി 10 മിനിറ്റ് കൊണ്ട് തന്നെ രാവിലെ 9:25 നിഫ്റ്റി ഇന്ന് അതിൻ്റെ ഡേ ലോയായ 24,747 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2:35 വരെ നിഫ്റ്റി 24,780, 24,840 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ട് കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ 2:35 നിഫ്റ്റിക്ക് ഇന്നൊരു ബ്രേക്ക് ഔട്ട് സാധ്യമായതിനെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3:05 24,904 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 57 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,894 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 223 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 241 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 44 പോയിന്റുകളുടെ നേട്ടമാണ് ഇന്ന് കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ശക്തമായ പ്രകടനത്തെ തുടർന്ന് NSEയിൽ 1,861 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം 940 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഹിൻഡാൽകോ, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, L&T തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, കോൾ ഇന്ത്യ, മാരുതി സുസുക്കി, ടെക് മഹേന്ദ്ര, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ, റിയാലിറ്റി, FMCG ഒഴികെ ബാക്കി എല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്നത്തെ ടോപ്പ് പെർഫോമിംഗ് സെക്ടർ നിഫ്റ്റി മെറ്റൽ തന്നെയായിരുന്നു. 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം PSU ബാങ്കിന് 1% നേട്ടവും കൈവരിക്കുവാനായി. ഏതാനും ട്രേഡിംഗ് സെക്ഷനായിട്ട് മറ്റുള്ള സെക്ടേഴ്സൊക്കെ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചപ്പോഴും PSU ബാങ്ക് പുറകോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എങ്കിൽ ഇന്ന് PSU ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ പ്രകടനവും കാഴ്ചവെക്കുകയുണ്ടായി. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനും ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 0.8% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ BSE സ്മോൾ ക്യാപ്പിന് 1% നേട്ടവും ഇന്ന് കൈവരിക്കുവാനായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 9 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 88.78 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്ന് മെറ്റൽ സ്റ്റോക്സുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ് തന്നെയാണ്. വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്യൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും യൂറോപ്പിലേക്കുള്ള സ്റ്റീൽ ഇമ്പോർട്ട്സിൽ എല്ലാ കമ്പനികളുടെയും കോട്ട പകുതിയാക്കിക്കൊണ്ട് വെട്ടിച്ചുരുക്കുകയുണ്ടായി. അതുമാത്രമല്ല, വെട്ടിച്ചുരുക്കിയ പകുതി കോട്ടയ്ക്ക് മുകളിലേക്ക് എത്ര ഇമ്പോർട്ട്സ് നടത്തിയാലും അതിനൊക്കെ 50% അഡീഷണൽ നികുതിയും പ്രഖ്യാപിക്കുകയുണ്ടായി. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു നടപടി
ഇന്ത്യൻ സ്റ്റീൽ സ്റ്റോക്കുകളെ ബാധിക്കുകയില്ലെന്നാണ് അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും വിലയിരുത്തുകയുണ്ടായത്. കാരണം പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റ സ്റ്റീൽ, സെയിൽ തുടങ്ങിയ കമ്പനികൾ അവയുടെ പ്രൊഡക്ഷൻ്റെ 8% മാത്രമേ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു തീരുമാനം ഇന്ത്യൻ കമ്പനികളെ ബാധിക്കുകയില്ല. അതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ്റെ ഈ പുതിയ തീരുമാനത്തെ തുടർന്ന് ഇത് ടാറ്റ സ്റ്റീലിൻ്റെ നെതർലാൻഡിലെ പ്ലാന്റിൻ്റെ ഓപ്പറേഷനെ വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ടാറ്റ സ്റ്റീലിൽ അതിശക്തമായ റാലിയും കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. 6 പോയിന്റ്സിലേറെ നേട്ടം നേടിക്കൊണ്ട് 3.5% നേട്ടവും കൈവരിക്കുവാനായി. ഇതിനെ തുടർന്ന് മറ്റുള്ള മെറ്റൽ സ്റ്റോക്കുകളും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി മെറ്റലിനും 184 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 2% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ക്യാപിറ്റൽ സ്പെൻഡിങ്ങിന്റെ പുഷാണ് രണ്ടാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്നും ആവർത്തിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും വരികയുണ്ടായി. ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ ഇന്ത്യൻ ഇക്കോണമി 7.8% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല 5 ക്വാർട്ടറുകൾക്ക് ശേഷമുള്ള ഏറ്റവും വേഗത്തിലുള്ള ഫേസ് തന്നെയാണ് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സമയത്തും ക്യാപിറ്റൽ സ്പെൻഡിങ് പുഷ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഹയർ സ്പെൻഡിങ്ങിലുള്ള എക്സ്പെക്റ്റേഷൻ വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്കുകളിലുണ്ടായ നേട്ടവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ US ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗണിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനൊക്കെ പൊട്ടൻഷ്യലായിട്ടുള്ള കൺസേൺസ് ഉയർത്തുന്നത് കൊണ്ട് തന്നെ, അതുകൂടാതെ ഒപെക് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും സപ്ലൈ വർദ്ധിച്ചതിനെ തുടർന്നും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 16 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കും പതിക്കുകയുണ്ടായി. ഇന്നലത്തോടുകൂടി ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിനും നമ്മുടെ മാർക്കറ്റിനൊക്കെ ഗുണകരമായിട്ട് മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഇടിവാണ് മൂന്നാമതായി നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ US മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചതും മാത്രമല്ല നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തോടുകൂടി വ്യാപാരത്തിൽ തുടരുന്നതും, ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ ജർമ്മൻ മാർക്കറ്റ് ഹോളിഡേ ആണെങ്കിലും ഇന്നലെ 1% നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. അതുകൂടാതെ ഇന്ന് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ്സ്, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നേട്ടത്തോടു കൂടി വ്യാപാരം തുടർന്നതും, ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഹോങ്കോങ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തിൽ തുടർന്നതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായി മാറുകയുണ്ടായി. വാല്യൂ ബൈയിങ് ആണ് 5ാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ തുടർച്ചയായി 8 ട്രേഡിംഗ് സെക്ഷനിൽ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അതുകൂടാതെ നിഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ 3.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ബുധനാഴ്ച വന്ന RBI മോണിറ്ററി പോളിസിയെ തുടർന്ന് നമ്മുടെ മാർക്കറ്റ് ശക്തി ആർജിച്ചപ്പോൾ ഇന്നും മാർക്കറ്റും നിക്ഷേപകരും അത് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് തന്നെ പല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലും ഹെവി ബൈയിങ്ങും നടത്തുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എങ്കിലും കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും 0.5% ഉയർച്ചയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗോൾഡും നിലവിൽ ഉയർച്ച തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗുഡ് ലക്ക് ഇന്ത്യ കമ്പനിയുടെ സബ്സിഡിയറി വഴി ആർട്ടിലറി ഷെൽസിന്റെ നിർമ്മാണത്തിനുള്ള അനുമതി നേടി എന്നുള്ള വാർത്തകൾ. മാരുതി സുസുക്കി നവരാത്രി സെയിൽസിനോടനുബന്ധിച്ച് നവരാത്രിയുടെ 8ാമത്തെ ദിനത്തോടുകൂടി 1.65 ലക്ഷം വാഹനങ്ങളുടെ സെയില് കമ്പനി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൂടാതെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2 ലക്ഷം വാഹനങ്ങളുടെ സെയിലാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കാനറ ബാങ്കിന്റെ സബ്സിഡിയറിയായ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ IPOയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് പ്രോസ്പെക്ട്സിനുള്ള നടപടികൾക്കായിട്ടുള്ള അനുമതി സെബിയുടെ ഭാഗത്തു നിന്നും നൽകുകയുണ്ടായി. ജിൻ കുഷാൽ ഇൻഡസ്ട്രീസ്
IPO ഇന്ന് BSEയിലും NSEയിലും 3% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അദാനി പോർട്സ് സെപ്റ്റംബറിലെ കാർഗോ വോളിയത്തിൽ 11% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് സസ്റ്റൈനബിലിറ്റി ബെഞ്ച്മാർക്കിൽ കമ്പനിക്ക് 100 പോയിന്റ്സ് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ ഗ്ലോബൽ റെസിഡൻഷ്യൽ ഡെവലപ്പേഴ്സിന്റെ ഇടയിൽ നിന്നും നമ്പർ 1 റാങ്കിങ്ങും ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.